കൊച്ചി എംഎൽഎയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊച്ചിയിൽ വേലിയേറ്റത്തെ തുടർന്ന് ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധം എംഎൽഎ ഓഫീസിലേക്ക് എത്തിയതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീറിന്റെ തലയ്ക്ക് പരിക്കേറ്റു. കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ടിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊച്ചി MLA KJ മാക്സിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കുമ്പളങ്ങി, ചെല്ലാനം, കണ്ടക്കടവ്, കണ്ണമാലി, പള്ളൂരുത്തി, കളത്തറ, മുണ്ടംവേലി, മാനാശ്ശേരി എന്നിവിടങ്ങളിലാണ് വേലിയേറ്റം രൂക്ഷമായിരിക്കുന്നത്. കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഉദ്ഘാടനത്തിന് ശേഷം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ ചേർന്ന് മറിച്ചിട്ടതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. പ്രതിഷേധം കനത്തതോടെ പോലീസ് ലാത്തി വീശി. സംഘർഷത്തിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീറിന്റെ തലയ്ക്ക് പരിക്കേറ്റു. ജോസഫ് മാർട്ടിൻ, റിഫാസ് എന്നിവർക്കും ലാത്തിയടിയേറ്റു. പരിക്കേറ്റ സഗീറിനെ പോലീസ് ജീപ്പിൽ തന്നെ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് പ്രതിഷേധവുമായി തോപ്പുംപടി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങിയ പ്രവർത്തകരെ തോപ്പുംപടി പോലീസ് സ്റ്റേഷന് മുൻപിൽ തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയും പിന്നീട് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. മാർച്ച് KPCC സെക്രട്ടറി MR അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. PP ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മേയർ ടോണി ചമ്മണി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ, കൗൺസിലർ ഷൈല തദേവൂസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി, മെറ്റിൽഡ മൈക്കിൾ, ജോൺ പഴേരി, TM റിഫാസ്, MH ഹരീഷ്, അവറാച്ചൻ എട്ടുങ്കൽ, ജോൺ അലോഷ്യസ്, ജോഷി ആന്റണി, ഷാജി കുറുപ്പശ്ശേരി, ദിലീപ് കുഞ്ഞുകുട്ടി, CX ജൂഡ്, EA ഫ്രാൻസിസ്, MP രത്തൻ, പ്രേം ജോസ്, നിഷിത് പ്രഭാത് എന്നിവർ നേതൃത്വം നൽകി. ഇത് പശ്ചിമ കൊച്ചി ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരിവെള്ളം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ആ ഓരിവെള്ളത്തിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത നമ്മുടെ കൊച്ചി നിയോജക മണ്ഡലം MLA ശ്രീ KJ മാക്സിയും അതുപോലെ തന്നെ കേരള സർക്കാരും തികഞ്ഞ പരാജയമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആദ്യമായി പറയുവാനുള്ളത്. 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്നു, എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി തരാൻ ഇവിടുത്തെ MLA തയ്യാറാണോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. എന്താ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ? ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കെട്ടുകാഴ്ചകളുടെ പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. കൊച്ചി പുഴയെടുത്തു പോകുന്ന സാഹചര്യത്തിലേക്ക് കൊച്ചിയിലേക്ക് കൊച്ചി കായൽ വീടുകളുടെ മുമ്പിലേക്ക് തള്ളിക്കയറി വന്ന മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ കേരള നിയമസഭക്കകത്ത് എന്ത് നിലപാടാണ് ഇവിടുത്തെ MLA KJ മാക്സി എടുത്തത് എന്നാണ് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർക്ക് ആമുഖമായി ചോദിക്കുവാനുള്ളത്. ദിവസങ്ങളായി നമ്മൾ പശ്ചിമ കൊച്ചിക്കാർ വളരെയേറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേലിയേറ്റം മൂലം ഒരു വെള്ളം കയറി വീടുകളിൽ പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അടപ്പ് മുഴക്കാൻ കഴിയാത്ത സാഹചര്യം, പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ചെളിയും മറ്റഴുക്കുകളും ചേർന്ന് ഉള്ള വഴികളൊക്കെ സഞ്ചാരയോഗ്യമല്ലാത്ത തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.